നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 പ്രാക്ടിക്കലിൻ്റെ ഒരു സീരീസ് ഞാൻ ഇന്ന് തുടങ്ങുമെന്ന് പറഞ്ഞു. ഇന്ന് ആ സീരീസ് നമ്മൾ തുടങ്ങുകയാണ്. കാരണം പ്രാക്ടിക്കലിനെ കുറിച്ച് കൃത്യമായ ഒരു അവബോധം നമുക്ക് എല്ലാ കുട്ടികൾക്കും വേണം. ഭയങ്കര ടെൻഷനാണ്. 40 മാർക്കാണ്. എല്ലാത്തിനും പ്രാക്ടിക്കൽസ് ഉണ്ട്. മെയിനായിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും പ്രാക്ടിക്കൽസ് ഉണ്ട്. സബ്ജക്റ്റുകൾക്കെല്ലാം പ്രാക്ടിക്കൽസ്, മാത്സിന് പോലും പ്രാക്ടിക്കൽസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും കടുപ്പമേറിയ ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ്. അതിനകത്ത് ഓരോ എക്സ്പെരിമെൻറ്റിനെ കുറിച്ചും കൃത്യമായിട്ട് അറിയണം. അതിനെക്കാട്ടിലെല്ലാം ഉപരി ഫിസിക്സ് പ്രാക്ടിക്കൽ ചെയ്യുന്നതിന് മുമ്പേ, പ്രാക്ടിക്കൽ ഓരോന്നും അറിയുന്നതിന് മുമ്പേ അതിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രാക്ടിക്കലിന് വേണ്ടി ചെയ്യണം, ലാബിൽ കയറുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇത് വളരെ മസ്റ്റാണ്. ഇത് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ ടെൻഷൻ മാറി ലാബിൽ കയറാം. അതാണ് ഏറ്റവും ആവശ്യം. ലാബിൽ കയറുന്നതിന് മുമ്പേ നമ്മുടെ ടെൻഷൻ പൂർണ്ണമായും കളയുക. അന്നേരം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ, ഇനിയുള്ള വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ എല്ലാം നമ്മുടെ പ്രാക്ടിക്കൽ ചെയ്തേക്കുന്ന വെർനിയർ മുതൽ ലെൻസും മിററും സിമ്പിൾ പെനിലൊക്കെ ചെയ്തേക്കുന്ന നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് അതിൻ്റെ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാം. എല്ലാ റീഡിങ്ങും ഗ്രാഫും എല്ലാം ഉൾപ്പെടെയാണ്. നിങ്ങൾക്ക് അത് ഒരുപാട് ഉതകും, ഒരുപാട് പ്രയോജനം ചെയ്യുന്നുള്ളത് സംശയമില്ല. നിങ്ങളുടെ സൂപ്പർ സീനിയേഴ്സും എല്ലാം കണ്ട് ഗംഭീരമായിട്ട് പഠിച്ച് നല്ല മാർക്ക് കിട്ടിയതാണ്. എന്നിട്ട് നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഫിസിക്സ് പ്രാക്ടിക്കലിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? നമ്പർ 1, നമ്മൾ ആദ്യം എത്ര എക്സ്പീരിയൻസ് ആണ് നമുക്ക് പ്രാക്ടിക്കലുള്ളത്. അതായത് കേരള സ്റ്റേറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്റ്റേറ്റ് ബോർഡിൻ്റെ +2ൻ്റെ ആണ്. കേരള സ്റ്റേറ്റ് ബോർഡിന് 2 പ്രാക്ടിക്കൽസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അത് ഏതാണെന്ന് നമ്മൾ നിശ്ചയിക്കുമല്ല. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കൃത്യമായിട്ടും എല്ലാ പ്രാക്ടിക്കൽസും എഴുതിയിട്ട് 2 പ്രാക്ടിക്കൽ ടിക്ക് ചെയ്തേക്കും. ഏതെങ്കിലും മഷി പേന വെച്ച് കറുപ്പോ ചുമപ്പോ നീല ഏതെങ്കിലും വെച്ച് ടിക്ക് ചെയ്തേക്കും. അത് മറിച്ച് വെച്ചേക്കും. അത് ടേബിളിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കും, മറിച്ച് നിരത്തി വെച്ചിരിക്കും. രജിസ്റ്റർ നമ്പർ അനുസരിച്ച് നമ്മൾ ഓരോരുത്തരായിട്ട് കയറി വരിക. കയറി വന്നതിന് ശേഷം അതിൽ ഒരെണ്ണം ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന പോലെ നമ്മൾ ഒരെണ്ണം എടുക്കുക. ഒരെണ്ണം എടുക്കുമ്പോൾ ആ ടിക്ക് ചെയ്തേക്കുന്ന എല്ലായിടത്തും ഇത് ഏകദേശം ഈ പാറ്റേൺ തന്നെ ആയിരിക്കും. ടിക്ക് ചെയ്തേക്കുന്ന 2 എണ്ണം ആ ടീച്ചർ നോട്ട് ചെയ്യും. ആ 2 പ്രാക്ടിക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ ഒരുപക്ഷെ വെർനിയറും ഓംസിലും ആയിരിക്കാം, അല്ലെങ്കിൽ സ്ക്രൂ ഗേജും കോൺവെക്സ് ലെൻസും ആയിരിക്കാം. ആ കോമ്പിനേഷനൊക്കെ പല സ്കൂളിലും പല രീതിയിലായിരിക്കും. എന്തായാലും 2 എക്സ്പീരിയൻസ് ആണ്. 2 എക്സ്പീരിയൻസിലൂടെ എത്ര മാർക്കാണ്? 40 മാർക്കാണ്. അന്നേരം നിങ്ങൾ ചെയ്യുന്നത് ഒരു ടെൻഷനുമില്ല, വന്ന് അത് എടുക്കുക, കൃത്യമായിട്ട് ചെയ്യുക. പരമാവധി ഞാൻ പറയുന്ന ഈ കാര്യം വളരെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഇത് അധ്യാപകരും കാണുന്നുണ്ടായിരിക്കാം. പരമാവധി ചെയ്യേണ്ടത് ഈ 2 എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ അറിയത്തില്ല, നിങ്ങളത് മാറ്റി വേറൊരു എക്സ്പീരിയൻസ് തരാമെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ടീച്ചർമാർ പറയും അതിനെന്താ വേറൊരു എക്സ്പീരിയൻസ് തരാം. പക്ഷേ അവിടെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് എന്ന് പറയുന്നത് നഷ്ടപ്പെടും. കാരണം നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് അറിയത്തില്ലെന്ന് പറയുന്നത് അത് നിങ്ങളുടെ നെഗറ്റീവാണ്. അവിടെ നിങ്ങളുടെ മാർക്ക് എന്തായാലും, കുറച്ച് മാർക്ക് എന്തായാലും അവിടെ നഷ്ടപ്പെടും. അന്നേരം നമുക്ക് ഉള്ള പ്രാക്ടിക്കൽ അതുപോലെ അങ്ങ് നിങ്ങൾ ചെയ്യുക. പിന്നെ ലാബിൽ നിന്ന് ഒരുപാട് ഫിസിക്സ് പ്രാക്ടിക്കലിന് ഒരുപാട് സഹായങ്ങൾ കിട്ടുമെന്ന് ഒരു ലാബിൽ നിന്നും പ്രതീക്ഷിക്കാതിരിക്കുക. കാരണം അതിന് സഹായിക്കാൻ ഈ അവിടെ നിൽക്കുന്ന ലാബ് അസിസ്റ്റന്റ്മാർക്ക് ഒരു പരിധിയിൽ കൂടുതൽ പറ്റത്തില്ല. ഇപ്പം നമുക്ക് കെമിസ്ട്രിയോ ബാക്കിയുള്ള പ്രാക്ടിക്കലോ പോലെയോ കമ്പ്യൂട്ടർ സയൻസ് പോലെയോ ഒന്നുമല്ല, മാത്സ് പോലെയോ ഒന്നുമല്ല. ഫിസിക്സ് വെർനിയറൊക്കെ നമ്മൾ തന്നെ റീഡിങ്സ് എടുക്കണം. അവിടെ വന്ന് ഒരാൾക്ക് വേണ്ടി കൃത്യമായി റീഡിങ് എടുത്തു തരാൻ ടീച്ചർമാരും ലാബ് അസിസ്റ്റന്റ്മാരും ഒന്നും ഭയങ്കരമായിട്ട് ശ്രമങ്ങൾ നടത്താൻ യാതൊരു ചാൻസുകൾ കുറവാണ്, വളരെ ചാൻസുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ പഠിച്ചിട്ട് പോയാൽ മാത്രമേ ഫിസിക്സ് ലാബിന് നല്ലതുപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇനി ലാബിൽ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഇന്റേണൽ അധ്യാപകരല്ല, ഇന്റേണൽ അധ്യാപകർ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന +2 പഠിപ്പിക്കുന്ന അധ്യാപകരല്ല നമ്മുടെ പരീക്ഷയ്ക്ക് അവിടെ ലാബിന് നോക്കാൻ വരുന്നത്. കൃത്യമായിട്ടും എക്സ്റ്റേണൽ അധ്യാപകരാണ്, പുറത്തുള്ള സ്കൂളിൽ അധ്യാപകരായിരിക്കും. അവർക്ക് നമ്മളെക്കുറിച്ച് യാതൊന്നും അറിയത്തില്ല. ചിലപ്പോൾ നമ്മുടെ ഇന്റേണൽ അധ്യാപകർ പറഞ്ഞിട്ടായിരിക്കും അവൻ മിടുക്കനാണല്ലേ, അവൻ മിടുക്കിയാണ്, അവൻ ഉഴപ്പനാണ് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ അറിയുന്നത്. അല്ലെങ്കിൽ അറിയത്ത് പോലും ഇല്ല. കാരണം നമ്മുടെ ചിലർക്ക് ചില പേഴ്സണലായിട്ടുള്ള കോൺടാക്ട് ചില ടീച്ചർമാർക്ക് ഉണ്ടായിരിക്കാം. അത് ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ഒരു ഇതിൽ എക്സ്റ്റേണൽ അധ്യാപകരുടെ കയ്യിലാണ് മൊത്തം മാർക്ക് എന്നാണ് ഈ പറഞ്ഞു വന്നത്. 40 മാർക്ക് വിടേണ്ട ആ എക്സ്റ്റേണൽ അധ്യാപകനാണ്. നിങ്ങളുടെ പെർഫോമൻസ് ആ ലാബിൽ എങ്ങനെയാണോ അതാണ് നിങ്ങളുടെ മാർക്ക് കിട്ടുന്നത്. എന്നിട്ട് എക്സ്റ്റേണൽ അധ്യാപകർ നോക്കുന്നത്, ഇപ്പം ഞാനൊരു എക്സ്റ്റേണൽ അധ്യാപകനായിട്ട് ഞാൻ പല ഇപ്പോൾ കോളേജിലാണെങ്കിലും നമ്മൾ സ്കൂളിലാണെങ്കിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ നോക്കുന്ന കുറേ കാര്യങ്ങൾ, നമ്മൾ ആ പരീക്ഷാ ഹാളിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. നമ്മളറിയാം പരീക്ഷാ ഹാളിൽ നമുക്ക് കയറി ഇരിക്കുന്നതിനെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അവിടെ കാണിക്കുന്ന പ്രവർത്തികൾ ഭയങ്കരമായി അധ്യാപകരിൽ നിങ്ങളെ ശരിക്കും മാർക്ക് ഇടുന്നതിന് തുല്യമായ കാര്യങ്ങളുണ്ട്. ചിലവർ വളരെ സിമ്പിളായിട്ട് വന്ന് ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്ത് റിസൾട്ടൊക്കെ എഴുതി അങ്ങ് പോകും. അന്നേരം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു എക്സ്റ്റേണൽ അധ്യാപകം വരുമ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞുതരും. എന്തൊക്കെയാണ് ഫിസിക്സിൻ്റെ പ്രാക്ടിക്കൽ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ 99% അധ്യാപകർ നൽകിയിരിക്കും. അല്ലെങ്കിൽ പോലും നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതേണ്ടതെന്ന് ഫിസിക്സ് പ്രാക്ടിക്കലിന് പല കുട്ടികൾക്കും അറിയത്തില്ല. അതായത് ഫിസിക്സ് പ്രാക്ടിക്കലിന് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എയിമാണ്.
എയിം ഒന്നും നിങ്ങൾ കാണാൻ പഠിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. ആ എയിം എന്ന് പറയുന്നത് ടു ഫൈൻഡ് ദി വോളിയം ഓഫ് എ റെക്ടാംഗുലർ ബ്ലോക്ക് യൂസിങ് വെർനിയർ കാലിപ്പസ് എന്ന് പറഞ്ഞാൽ റെക്ടാംഗുലർ ബ്ലോക്ക് ഉപയോഗിച്ച് വോളിയം കണ്ടുപിടിക്കുക, വെർനിയർ ഉപയോഗിച്ച് റെക്ടാംഗിൾ ബ്ലോക്കിൻ്റെ വോളിയം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അന്നേരം അത് മാത്രം നമ്മൾ ചെയ്താൽ മതി, കൂടുതലായിട്ട് നമ്മൾ വേറെ ഒന്നും കണ്ടുപിടിക്കേണ്ട. പക്ഷേ അത് എയിമാണ്, അത് ക്വസ്റ്റ്യനാണ്. നമ്മൾ പ്രൊസീജിയർ എഴുതേണ്ട ആവശ്യതയില്ല. പല ടീച്ചർമാരും മിസ്ഗൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊസീജിയർ വാരി വലിച്ച് എഴുതണം, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, മിറർ ചെയ്യുന്നത് ഇങ്ങനെ വേണം, അല്ലെങ്കിൽ റെസൊണൻസ് ചെയ്യുന്നത് ഇങ്ങനെ വേണം, ഓംസ് ചെയ്യുന്നത് ഇങ്ങനെ വേണം. വേണ്ട, നമുക്ക് ഡയഗ്രാമുകളുള്ളതാണെങ്കിൽ, സർക്യൂട്ട് ഡയഗ്രാമുകളുള്ളതാണെങ്കിൽ അതൊക്കെ ചെയ്യണം. ടാബുലർ കോളം മസ്റ്റായിട്ടും പഠിക്കണം. കാണാതെ നമ്മൾ വരയ്ക്കേണ്ടതാണ് ടാബുലർ കോളം, അല്ലാതെ വരച്ചൊന്നും തരുന്നതല്ല. ടാബുലർ കോളം നമ്മൾ മസ്റ്റായിട്ട് പഠിക്കണം. ഇക്വേഷൻ വേണം. ഇപ്പോൾ സിമ്പിൾ ബന്ധത്തിൻ്റെ T = 2π × √L/g. അതെന്താണെന്ന് എഴുതിയിട്ട് അതിൻ്റെ ടേംസ് L എന്താണ്, G എന്താണെന്നുള്ള കൃത്യമായിട്ട് കൊടുക്കുക. ഇക്വേഷൻ എഴുതിയാൽ മതി, പ്രൊസീജിയറിൻ്റെ ആവശ്യമില്ല. ഇക്വേഷൻസ് എഴുതുക, അതിൻ്റെ ലെറ്റേഴ്സ് കൃത്യമായിട്ട് കൊടുക്കുക. ടാബുലർ കോളം വേണം. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ പറഞ്ഞ പോലെ ഗ്രാഫ് ഉണ്ടെങ്കിൽ ഗ്രാഫിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ വരച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. ആദ്യം ഇതെല്ലാം ടീച്ചറിനെ കാണിച്ച് സൈൻ ചെയ്തതിനു ശേഷമായിരിക്കും മിക്കവാറും ടീച്ചർമാർ ചെയ്യാൻ സമ്മതിക്കുന്നത് തന്നെ. അന്നേരം നിങ്ങൾ ഗ്രാഫ് ഉണ്ടെങ്കിൽ ഗ്രാഫിൻ്റെ ഷേപ്പ്, ഇപ്പം UV ഗ്രാഫ് ആണെങ്കിൽ U along the x axis ആൻഡ് V along the y axis, ഗ്രാഫിൻ്റെ ഷേപ്പ് ഒന്ന് കാണിക്കുന്നത് നന്നായിരിക്കും. എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത്, OA + OB/4 എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും കാണിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുക. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും നല്ല ഗംഭീരമായിട്ട് പ്രാക്ടിക്കൽ ചെയ്യും. പ്രാക്ടിക്കൽ ചെയ്തതിന് ശേഷം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ആലോചിക്കുന്നത്, അയ്യോ റിസൾട്ട് എഴുതിയില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിസൾട്ടിന് 1 മാർക്കോ അല്ലെങ്കിൽ 2 മാർക്കോ ഒക്കെ കാണും. കാരണം ഇത്രയും എഴുതിയതിൻ്റെ റിസൾട്ട് എഴുതണമല്ലോ. അന്നേരം റിസൾട്ട് നിർബന്ധമായിട്ട് എഴുതിയിട്ട് വേണം. 2 എക്സ്പെരിമെൻ്റ് ഉണ്ടെങ്കിൽ 2 റിസൾട്ട് ഉണ്ട്. അന്നേരം ഇപ്പം വെർനിയർ കാലിപ്പസിൻ്റെ ആണെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ട്, ലെൻസിൻ്റെ ആണെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ട്. അന്നേരം 2ൻ്റെ റിസൾട്ട് എഴുതാൻ നിങ്ങൾ മറക്കുകയും ചെയ്യരുത്. ഇത് നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക. മാക്സിമം ഈ വീഡിയോ കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഇത് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാക്കും. മോഡലിന് മുമ്പും നമ്മുടെ പബ്ലിക് എക്സാമിന് മുമ്പ് മോഡൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു രസമായിട്ടൊക്കെ അങ്ങ് അടിച്ചു പൊളിച്ച് പ്രാക്ടീസ് ചെയ്യും. പക്ഷേ പബ്ലിക് എക്സാം വരുമ്പോൾ ഇതങ്ങ് തിരിയും. കാരണം എക്സ്റ്റേണൽ അധ്യാപകൻ കയറി വരുമ്പോഴത്തേനും നമ്മൾ ഇതുവരെയും കാണാത്തൊരു അധ്യാപനം വരികയും നമ്മുടെ ക്ലാസ് റൂമിൽ നിൽക്കുകയും നമ്മൾ ചെയ്യുന്നതെല്ലാം വ്യത്യസ്തമായ രീതിയിലാകുമ്പോൾ നമുക്കൊരു ഇച്ചിരി ഒരു ടെൻസ്ഡ് ആവും. ആ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് പോവുക. നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് കമൻസായിട്ട് രേഖപ്പെടുത്താം. ഉറപ്പായിട്ടും അതിനുള്ള മറുപടികൾ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. അടുത്ത ദിവസങ്ങളിൽ ഓരോ ലാബും എങ്ങനെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ വൈവ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കും, വൈവ ക്വസ്റ്റ്യൻസിന് മാർക്കുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും പറഞ്ഞിരിക്കുന്നതായിരിക്കും. അന്നേരം എല്ലാവരും കൃത്യമായിട്ട് വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. താഴെ ഡിസ്ക്രിപ്ഷനകത്ത് എല്ലാ പ്രാക്ടിക്കൽ വീഡിയോസും ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് നന്നായിട്ട് കണ്ടുപിടിക്കുക. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നെവർ എവർ ഗിവ് അപ്പ്.